ചരിത്രമുറങ്ങുന്ന മാടായി പാറയുടെ മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ വെള്ളം എത്തിച്ചേരുന്നത് എവിടെയാണെന്നല്ലേ? നമ്മളെ കുളങ്ങര പള്ളിയിലെ ആ കുളത്തിലേക്കാണ്. ഇവിടെ നിന്ന് കുളിക്കാത്തവരാരും ഈ പഴയങ്ങാടി പരിസരത്തുള്ളവരാരും ഉണ്ടാവില്ല. മാടായി സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ സമരമായ നേരെ ഓടി വരിക ഈ കുളത്തിലേക്കായിരുന്നു. അന്നത്തെ കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഇവിടെ നിന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു നൊസ്റ്റാൾജിയ എല്ലാവരുടെ മനസ്സിലേക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചേർന്ന് നിൽക്കുന്ന കുളങ്ങര പള്ളിയെ കുറിച്ചിട്ട് അന്നൊന്നും എനിക്കൊന്നും വലിയൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഈ പള്ളിയുടെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഞാനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പുഴയോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചു പട്ടണമാണ് പഴയങ്ങാടി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും മലബാറിലെ പ്രധാന കച്ചവട നഗരമായ മാടായിയിൽ അഥവാ പഴയങ്ങാടിയിൽ ചരിത്രപ്രസിദ്ധമായ മാടായിപ്പാറയുടെ കിഴക്ക് ഭാഗത്തെ ചെരുവിൽ 1912 കുളങ്കര ജമാഅത്തും അഹ്ലുൽ ഖുർആനും സ്ഥാപിതമായി. പഴയങ്ങാടിക്കടുത്തുള്ള ഏഴോം മൂലയിൽ 1878 ഏപ്രിൽ 15 ആലിഹാജി കുഞ്ഞലിമ ദമ്പതികളുടെ മകനായി ജനിച്ച ബിലാവിനകത്ത് കുഞ്ഞഹമ്മദ് മൗലവിയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സുന്നി ആദർശത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞഹമ്മദ് മൗലവി വളപട്ടണത്തും മാടായിയിലും ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടായിരുന്ന അബ്ദുറഹീം ഷെയ്ഖ് തങ്ങളുടെ സൂഫി ആശയത്തിൽ ആകർഷനാവുകയും സൂഫിസത്തിൻ്റെ ആധ്യാത്മിക വശങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത ധ്യാനം, വൈദ്യം, നാട്ടുവൈദ്യം, വിഷചികിത്സ എന്നിവയിൽ പ്രാവീണ്യം നേടി. സൂഫിസത്തിൽ നിന്ന് നൂതനമായ ഇസ്ലാമിക ചിന്തകളിലേക്ക് മാറിമറിഞ്ഞു. അങ്ങനെ കൊളോണിയൻ ഇന്ത്യയിൽ നവപ്രഭയും പരിഷ്കരണത്തിൻ്റെ ഭാഗവുമായി തീർന്ന മിർസാദ് ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അഹമ്മദിയ പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഖാദിയാനികൾ ഏറെയുള്ള ഒരു സ്ഥലമായിരുന്നു അന്ന് പഴയങ്ങാടി. കേരളത്തിൽ ആദ്യമായി അഹമ്മദിയ പ്രസ്ഥാനം രൂപം കൊണ്ടത് 1896 കണ്ണൂരിലാണ്. അഹമ്മദിയ പ്രസ്ഥാനവുമായി കഴിയുന്ന വേളയിലാണ് പഞ്ചാബിലെ ഖാദിയാനിയിലേക്ക് കുഞ്ഞഹമ്മദ് മൗലവി യാത്ര ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ചു വന്ന കുഞ്ഞഹമ്മദ് മൗലവി ഖാദിയാനി പ്രസ്ഥാനത്തിനോട് വിട പറയുകയാണ് ഉണ്ടായത്. കേരളത്തിലും ഹൈദരാബാദിലും പഠനം പൂർത്തീകരിച്ച മൗലവി ഖുർആൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം നടത്തി മുന്നോട്ട് പോയി. അങ്ങനെ മാടായി പാറയുടെ താഴ്ഭാഗത്ത് 1912 അഹ്ലുൽ ഖുർആൻ എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൽ ആദ്യമായി മുസ്ലിം സ്ത്രീകൾ പള്ളിപ്രവേശനം നടന്നത് 1951 മലപ്പുറം ജില്ലയിലെ അരീക്കോടെന്നാണ് ചരിത്രം. എന്നാൽ അതിനേക്കാൾ എത്രയോ വർഷം മുൻപ് തന്നെ കുളങ്ങര പള്ളിയിൽ സ്ത്രീകൾ നിസ്കാരം നിർവഹിച്ചിരുന്നു എന്നതാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 1941 ആഗസ്റ്റ് 27 സയ്യിദ് അബ്ദുല്ലാല മൗദൂദിയുടെ നേതൃത്വത്തിലാണ് ജമാഅത്ത് ഇസ്ലാം സ്ഥാപിതമായത്. 1944 കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിന് തുടക്കം കുറിക്കുന്നതും. മറ്റൊന്ന് മുജാഹിദ് പ്രസ്ഥാനം. 1950 ഏപ്രിൽ 20 കേരള നദ്വത്തുൽ മുജാഹിദ് നിലവിൽ വരുന്നത്. ഇതിൽ നിന്നും എത്രയോ വർഷം മുൻപേ ഈ കുളങ്ങര പള്ളി സ്ത്രീകൾ നിസ്കാരം നടത്തിയിരുന്നു എന്നാണ് ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മാടായിയുടെയും പഴയങ്ങാടിയുടെയും പരിസര പ്രദേശങ്ങളിൽ 100ഓളം കുടുംബങ്ങൾ ഈ പ്രസ്ഥാനവുമായി ചേർന്ന് പോകുന്നവരാണ്. സുന്നികളുമായി ഒരുപാട് അന്തരമുണ്ട് ഈ പ്രസ്ഥാനത്തിന്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം എഴുതിയുണ്ടാക്കിയ ഹദീസിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഒന്നാമതായിട്ടുള്ളത്. മറ്റൊന്ന്, നിസ്കാരം 2 നേരം മാത്രം മതിയെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഈ പള്ളിയിൽ 5 നേരവും വാങ്കുവിളി ഉയരുന്നുണ്ട്. സ്ത്രീകളുടെ കാതുകുത്തലും പുരുഷന്മാർ ചെയ്യുന്ന സർക്യുമേഷൻ അഥവാ ചേലാകർമ്മം ഇവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, മരണപ്പെട്ടു കഴിഞ്ഞാൽ തൽക്കീൽ ഓതുന്നതും മുത്തലാഖിനെയും ഇവർ എതിർക്കുന്നു. എല്ലാ നിസ്കാരവും പോലെ ജുമുഅ നിസ്കാരവും ജമാഅത്തായി സ്ത്രീകൾക്ക് നിർബന്ധമാണ് എന്നിവർ വിശ്വസിക്കുന്നു. ജുമുഅ ഖുതുബ മാതൃഭാഷയിൽ നാട്ടിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചായിരിക്കണം എന്നതാണ് ഇവരുടെ മുഖ്യമായിട്ടുള്ള
ആവശ്യം. അതുപോലെ ലോകാവസാനത്തിൽ മഹദി ഇമാമിൻ്റെ വരവിനെയോ അതുപോലെ തന്നെ ഈസാ നബിയുടെ വരവിനെയും ഇവർ വിശ്വസിക്കുന്നില്ല. മറ്റൊന്ന്, നഗ്നനേത്രം കൊണ്ട് ചന്ദ്രമാസപ്പിറവി കാണാതെ ഗോളശാസ്ത്ര വിധി പ്രകാരം നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഇമാമുദ്ദീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ബിലാവിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മൗലവി 1956 ആഗസ്റ്റ് 31 ഈ ലോകത്തോട് വിട പറഞ്ഞു. പഴയങ്ങാടിയിൽ തന്നെയാണ് മറമാടിയത് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ലോകാവസാന കാലത്ത് എൻ്റെ സമുദായം അല്ലെങ്കിൽ എൻ്റെ വിഭാഗം 40ഓളം വിഭാഗങ്ങളായി തിരിയുമെന്ന് ഒരു ഹദീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പം ഇതൊക്കെ ആയിരിക്കാം അതിലുൾപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾ എന്ന് ഓർത്തു പോവുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായ ഒരു പ്രദേശമാണ് പഴയങ്ങാടിയും മാടായിയും. 14-ാം നൂറ്റാണ്ടിൻ്റെ സഞ്ചാരിയായി അറിയപ്പെടുന്ന ഇബ്നു ബത്തൂത്ത മാടായിയിൽ വരികയും അന്ന് ഇവിടെ നിലനിന്നിരുന്ന മഹത്തായ പാഠശാലയെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മാടായിൽ ജൈന, ബുദ്ധ, ജൂത, ഇസ്ലാം, ക്രൈസ്തവ മതവിഭാഗങ്ങളുടെ സ്വാധീനവും നമുക്ക് കാണാൻ കഴിയും. കൂട്ടത്തിൽ അഹ്ലുൽ ഖുർആൻ എന്ന ഈ സംഘടനയുടെ ചരിത്രവും നമുക്ക് രേഖപ്പെടുത്താം. 25ഓളം പുസ്തകങ്ങൾ മലയാളത്തിലും അറബിയിലുമായി ഇദ്ദേഹത്തിൻ്റെ കയ്യാൽ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഈ കുളത്തിൽ വന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന ഈ പള്ളിയെക്കുറിച്ചോ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ അന്നൊന്നും ഓർത്തിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഈ പള്ളിയെക്കുറിച്ച് അറിയുകയും ആ ചരിത്രമൊന്നും അറിയാനുള്ള ആവേശവും അങ്ങനെ ഒന്ന് ഞാൻ മനസ്സിലാക്കിയതും വായിച്ചറിഞ്ഞതും ചോദിച്ചറിഞ്ഞതുമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും അപാകതയോ തെറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നമ്മുടെ എല്ലാം ആഖിറമാണ് എല്ലാവരുടെയും ലക്ഷ്യം. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ ഈമാൻ വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ അചഞ്ചലായിട്ടുള്ള അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിച്ചുകൊണ്ട് ശിഷ്ടജീവിതം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്.